ഹായ് ഹലോ. അപ്പം ഞാനിന്ന് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട എന്ന സ്ഥലത്തെ ഭരതൻ്റെ ക്ഷേത്രമായ ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത്. ഞാനും അഞ്ജലി ചേച്ചിയും കൂടെയാണ് പോകുന്നത്. എന്താ പറയുക, നല്ല മഴയായിരുന്നു. പ്രതീക്ഷിച്ചാലും അതിഗംഭീരമായ തന്നെ മഴ പെയ്തായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും കാര്യമാക്കാതെ ഇറങ്ങി. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ഈ ഒരു വ്യൂ ആണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല രസമാണ്. രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ചിത്രങ്ങളൊക്കെ കാണാം. പക്ഷെ എനിക്കത് ശരിക്കും എടുക്കാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നറിയുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനത് ശരിക്കും എടുക്കാഞ്ഞത്. ഉള്ളിലാണ്ട് എടുക്കാൻ പാടാത്ത കേട്ടോ, പുറമേ നമുക്ക് എടുക്കാം. അത് ഓൾറെഡി ബോർഡ് അവരിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലൊക്കെ ഞങ്ങൾ തൊഴുതിറങ്ങി. അതിനുശേഷം പുറമേ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ നല്ല രസമാട്ടോ. നേരത്തെ അത്ര മഴയില്ലെങ്കിലും കുറച്ച് മഴയുള്ളൂ. ആ മഴയൊക്കെ ആസ്വദിച്ച് ഞാനും ചേച്ചിയും കൂടെ അങ്ങോട്ട് നടന്നു. ചേച്ചി എന്ന് പറയുമ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയല്ല കേട്ടോ, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. പുള്ളിക്കാരിയാണ് നമ്മൾ വാർഡൻ എന്നാണ് വിളിക്കുന്നത്. അഞ്ജലി എന്നാണ് പേര് കേട്ടോ. അപ്പോൾ അങ്ങനെ അമ്പലത്തിന് ചുറ്റും വലം വെച്ചിട്ട് ഞങ്ങളങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നടന്നു. ഇതാണ് അഞ്ജലി ചേച്ചി കേട്ടോ, നമ്മുടെ വാർഡൻ. അപ്പോൾ പുള്ളിക്കാരി എന്നെ വീഡിയോയിലൊന്നും പെടുത്തരുത് കേട്ടോ, നിൻ്റെ ഓരോ വ്ളോഗിലൊന്നും എന്നെ പെടുത്തരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പറ്റില്ല, എൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞ് പുള്ളിക്കാരി എനിക്ക് കുറിയൊക്കെ തൊട്ടു. അപ്പം ഞാൻ പറഞ്ഞു ചേച്ചിയുടെ അടുത്ത്, ചേച്ചി നമുക്ക് കുളത്തിന് ചുറ്റും വലം വെക്കണമെന്നും. ഞങ്ങൾക്കറിയില്ലായിരുന്നു കുളത്തിന് ചുറ്റും വലം വെക്കാൻ പാടുമോ പറ്റുമോ ഇല്ലയെന്നൊന്നും. മഴയൊക്കെ അല്ലേ, ഇനി ക്ലോസ്ഡ് ആണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഒരു ചേട്ടൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ റെയിൻകോട്ടൊക്കെ ഇട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ നമുക്കും ആളുടെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് ആൾ പോയതിന് പിന്നാലെ ഞങ്ങളും നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നടന്ന് നീങ്ങിയപ്പോൾ കാണുന്നൊരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ദൂരേന്ന് ഇങ്ങനെ അമ്പലത്തിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലുണ്ടല്ലോ, അതൊരു പ്രത്യേകത കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എന്താണെന്ന് വെച്ചാൽ, ഈ കുളത്തിന് ചുറ്റും നടക്കുമ്പോൾ ഈ കാണുന്നൊരു വ്യൂ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല എന്ന് പറയില്ലേ, അതാണ്. കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് വരുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്പലത്തിന് ചുറ്റും വലം വെച്ച് കഴിഞ്ഞിട്ട് ഈ കുളത്തിന് ചുറ്റും വലം വയ്ക്കാൻ മറക്കല്ലേ എന്നാണ്. ഞാൻ കാര്യമായിട്ട് ഇതൊന്ന് നോക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുളത്തിനുള്ളിൽ നമുക്ക് കുറച്ച് മീനിനെ കാണാം കേട്ടോ. ഞാൻ ചേച്ചിനെ വിളിച്ച് കാണിച്ചു കൊടുക്കായിരുന്നു. ചേച്ചി അവിടെ മീനെ കാണുന്നുണ്ട്, നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഞങ്ങളുടെ രണ്ടാളുടെ ആഗ്രഹപ്രകാരം കുളത്തിന് ചുറ്റും വലം വെച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ കൂടൽമാണിക്യം ക്ഷേത്രത്തിനോട് ഭരതനോടും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാനും ചേച്ചി അവിടെ നിന്ന് ഇറങ്ങി. തൊട്ടടുത്ത് തന്നെ ഒരു ഗണപതി ക്ഷേത്രം ഉണ്ട് കേട്ടോ. അവിടെയും ഞങ്ങൾ കയറിയപ്പോൾ തന്നെ നല്ല ആനയുടെ സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടുന്ന തൊട്ടപ്പുറത്ത് തന്നെ ആനക്കോട്ട ഉണ്ടായിരുന്നു. അവിടെ നിന്നും കഴിഞ്ഞിറങ്ങി ഞങ്ങൾക്ക് നല്ല വിശപ്പായിരുന്നു. സ്പോട്ടിൽ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ കയറി 2 ബൂസ്റ്റും 2 ഉഴുന്നുവടയും പറഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വാർഡൻ്റെ സൈഡിലുള്ള ആ ചുമരിൽ 2 വരി കാണുന്നത് കേട്ടോ. നല്ലൊരു വ്യക്തിയാവുക, അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സമയം കളയേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.